വെയിറ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഡാനിന്റെ ഫൈനൽ ലുക്കും കൂടെ ഒന്ന് കണ്ടാലോ. ഡാനിന്റെ വെഡിങ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരുമോ? ആളെ കാണാൻ എന്ത് ക്യൂട്ടാല്ലേ. നേരിട്ടും ആൾ ഇത്ര ഭംഗിയുണ്ടോ? എന്ത് ക്യൂട്ടാടാ ഈ ബ്രൈഡിനെ കാണാൻ. എൻഗേജ്മെന്റ് വീഡിയോ കണ്ടപ്പോഴേ ആളെ ഞാനത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയല്ലേ ആളെ കാണാൻ. മാറ്റി ഒരുങ്ങിയപ്പോ അതിനേക്കാ ഭംഗി. ഈ മെസ്സേജസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുടെ സെക്കൻഡ് റിവ്യൂ എനിക്ക് വന്നത്. തെസ്ലിയെ കല്യാണത്തിന് നടത്ത ഗാലറി നോക്കുമ്പോണ്ടല്ലോ എന്ത് ഭംഗിയാടി കാണാൻ. എന്ത് ഭംഗിയിലായി ഇന്നെ ഒരുക്കിയിട്ടുള്ളത്. ഒന്നും പറയാല്ലേ കേട്ടോ. മേക്കപ്പിനെ കുറിച്ച് സാരിക്കും ഓർണമെന്റ്സൊക്കെ ബ്ലെൻഡ് ആയ രീതിക്ക് ഈ എനിക്ക് മേക്കപ്പും അതിനനുസരിച്ച് നല്ലൊരു ഹെയർ സ്റ്റൈലും നമ്മൾ വിചാരിച്ച പോലെ ഒരു ട്രഡീഷണൽ ലുക്കും ഈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല മോളെ, അത്രയ്ക്ക് ഈ ഉഷാറാക്കി തന്നിട്ടുണ്ട്. ഡ്രേപ്പിംഗ് അടക്കം അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഞാൻ കാണുമ്പോൾ നിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. പടച്ചോൻ എനിക്ക് ഇത്ര കഴിവൊക്കെ തന്നിട്ടുണ്ടോന്ന് ഇടക്കിടക്ക് ഞാൻ ആലോചിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു ആൾ എനിക്ക് റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വാക്ക് നീ കർശനായി പറഞ്ഞുകൊണ്ട് തന്നെ നിന്റെ വോയിസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോറി, എൻഗേജ്മെന്റിന് ചെയ്ത പോലെ ഒരു കംപ്ലൈൻസ് ഉണ്ടാവരുത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു എയർ ബ്രഷ് ലുക്ക് ആയിരുന്നു കേട്ടോ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരുങ്ങി കഴിഞ്ഞ ശേഷം ആൾ എന്നോട് പറഞ്ഞ് നിനക്ക് ഹിന്ദു ബ്രൈഡൽ കുറവല്ലേ, അതുകൊണ്ട് ആ ഒരു ക്ഷീണവും സങ്കടമൊക്കെ ഇതിലൂടെ അങ്ങ് മാറി കിട്ടട്ടെ. ഓളെ പറച്ചിൽ കേട്ടിട്ട് ആരെങ്കിലും ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ അങ്ങ് എടുക്കട്ടെ അല്ലേ. അപ്പൊ ഡാനിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സൈനിങ് ഓഫ് തെസ്ലി. ഇഷ്ടപ്പെട്ടു.